ചരിത്രപരമായ വലിയൊരു ചുവടുമാറ്റമാണ് നോർവേയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിനിടയിലുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കാൻ കാരണം നോർവേ കഴിഞ്ഞ ദിവസം ഈ ഫിഫ ലോകകപ്പ് വേൾഡിൽ അതിൻ്റെ എൻട്രി ഫീസായി തങ്ങൾക്ക് കിട്ടിയ വരുമാനം ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയ്ക്ക് നൽകി ഗസ പുനരധിവാസത്തിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചിരിക്കുന്നു നോർവേ ഫുട്ബോൾ അസോസിയേഷൻ. ആ നോർവേ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആ നിലപാടുകളെക്കുറിച്ച് വായിച്ചപ്പോൾ അവർ അതിൽ മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ ഫുട്ബോൾ ടീമിനെ ഫിഫയും യുവേഫയും വിലക്കിയതുപോലെ ഗസയിലെ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പേരിൽ ഇസ്രയേൽ ഫുട്ബോൾ അസോസിയേഷനെതിരെ നടപടി വേണമെന്ന് പരസ്യമായി വേദികളിൽ ആവശ്യപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു ഫെഡറേഷനാണ് അതിൻ്റെ പ്രസിഡന്റ് ലിസ ക്ലാവനസ് അടങ്ങുന്ന നോർവേ ഫുട്ബോൾ അസോസിയേഷൻ. നോർവേ ഫുട്ബോൾ അസോസിയേഷൻ എന്ന ഒരു സംഘടന ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ആ സംഘടനയുടെ മാത്രം നിലപാടല്ല, മറിച്ച് നോർവേ എന്ന രാജ്യത്തിനും അത്തരമൊരു നിലപാടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ഈ നിലപാട് മാറ്റങ്ങളുടെ ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1948, 50, 60 കാലങ്ങളിൽ ഇസ്രയേലുമായി ഏറ്റവും ചെങ്ങാത്തം പുലർത്തിയിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ. എന്ന് മാത്രമല്ല 48-ൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചപ്പോൾ മറ്റാരെക്കാളും മുന്നേ അന്ന് ഭരിച്ചിരുന്ന ലെഫ്റ്റ് ലേബർ പാർട്ടിയും ഇസ്രയേലിലെ ഭരണകക്ഷിയുമായി നല്ല പൊരുത്തമായതുകൊണ്ട് അവർ തുടക്കത്തിൽ തന്നെ രാജ്യമായി അംഗീകരിക്കുകയും നയതന്ത്ര ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും ഒക്കെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ 70-80 കാലഘട്ടത്തിൽ വന്നതോടുകൂടി ഈ നിലപാടിന് മാറ്റം വരാൻ തുടങ്ങി. അതിനൊരു പ്രധാനമായ കാര്യങ്ങൾ ഉണ്ടായത് ആ 6 ഡേ വാർ എന്ന് പറയുന്ന 6 ദിന യുദ്ധമുണ്ടല്ലോ. ആ 6 ദിന യുദ്ധം യഥാർത്ഥത്തിൽ തന്ത്രപരമായി ചതിച്ചൊതുക്കിയപ്പോൾ ഇസ്രയേൽ ഗസ, വെസ്റ്റ് ബാങ്ക്, ഫലസ്തീൻ ചില പ്രദേശങ്ങൾ കൈയടക്കിയതോടുകൂടി നോർവേയുടെ നിലപാടിൽ മാറ്റം വന്നു. അവർ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. അവർ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനവും മാനവും ഒന്നുമില്ലാതെ അഭയാർത്ഥികളായി എത്തിയവർക്കൊരു അഭയം നൽകണമെന്ന വാദത്തിൽ ഇസ്രയേലിനോടൊപ്പം നിന്ന അവർ പിന്നീട് ഇസ്രയേലിൻ്റെ സയനിസ്റ്റ് ക്രൂരതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി നോർവേ ആ നിലപാട് മാറ്റുകയും അവർ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു. അതിനിടയിലാണ് നോർവേയുടെ മധ്യസ്ഥതയിൽ ഫലസ്തീൻ ഇസ്രയേലും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറായ ഓസ്ലോ കരാർ. അവിടെ ഇസ്രയേലും ഫലസ്തീനും ചേർന്ന് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നോർവേ മുന്നോട്ട് വെച്ചത്. 2 രാജ്യങ്ങളും നിലനിൽക്കണം. ആ 2 രാജ്യങ്ങളും നിലനിൽക്കുന്നതോടുകൂടി ഇസ്രയേലിലും സമാധാനം ഉണ്ടാകണം, ഫലസ്തീനിലും സമാധാനം ഉണ്ടാകണം. എന്നാൽ പിന്നീട് വന്ന ഇസ്രയേലിൽ അധികാരത്തിൽ വന്ന വലതുപക്ഷ തീവ്രവാദ സർക്കാർ ഓസ്ലോ കരാർ എല്ലാം അട്ടിമറിച്ച് ഫലസ്തീനെ കയ്യേറ്റം ചെയ്യുന്ന, മനുഷ്യരെ കൊന്നുതള്ളുന്ന നിലപാട് സ്വീകരിച്ചതോടുകൂടി നോർവേ അതിൻ്റെ നിലപാട് മാറ്റി. അവർ കൃത്യമായി ഫലസ്തീനെതിരെ വരുന്ന ഇസ്രയേലിനെ എതിർക്കുവാൻ ഉറച്ചു തീരുമാനിച്ചു. പിന്നീട് അവർ അന്താരാഷ്ട്ര നിയമ സ്ഥാപനങ്ങളിലും ഐക്യരാഷ്ട്രസഭയിലുമൊക്കെ ഫലസ്തീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. 2024 മെയ് മാസത്തിൽ സ്പെയിൻ, അയർലൻഡ് എന്നീ രാജ്യങ്ങളോടൊപ്പം നോർവേയും ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഉണ്ടായ വിധിയെ തുടർന്നുള്ള വാറണ്ട് പുറപ്പെടുവിച്ചാൽ അത് തങ്ങളുടെ രാജ്യത്ത് നടപ്പിലാക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ പേരാണ് നോർവേ. എന്ന് വെച്ചാൽ യുദ്ധ കുറ്റവാളിയാണ് എന്ന പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പാലിക്കും. അങ്ങനൊരു കുറ്റവാളി തങ്ങളുടെ രാജ്യത്ത് കടന്നാൽ തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ പേരാണ് നോർവേ. അങ്ങനെയുള്ള നിലപാടുകളുള്ള രാജ്യവും ലോകത്തുണ്ട്. ഇപ്പം നോർവേ കേവലം ഒരു പിച്ചക്കാശ് കൊടുക്കുന്ന ഭാവത്തിലല്ല, അവരുടെ റൈറ്റ് എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഈ നോർവേ എന്ന രാജ്യത്തെ പോലും ചരിത്രപരമായി ചതിച്ച സയനിസ്റ്റ് ക്രൂരതയുടെ തിരിച്ചറിവിൽ നിന്നാണ് നോർവേ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് പറയുകയായിരുന്നു.